കഴിവുകേടിന്റെ പര്യായമായ എരണംകൂടി ആരോഗ്യമന്ത്രി ഇന്നിപ്പോ സഭയിൽ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട ഗുരുതര പ്രശ്നങ്ങളുടെ ചർച്ചയ്ക്കിടയിൽ മുൻ മന്ത്രിയായിട്ടുള്ള വീണ ജോർജിനെ ഒന്ന് അധിക്ഷേപിച്ചുകൊണ്ടൊരു ഡയലോഗ് അടിച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷം വീണ മീട്ടലായിരുന്നു അതിന്റെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിച്ചതിന് ഗംഭീര മറുപടി വീണ ജോർജ് സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ കൊടുത്തിട്ടുണ്ട്. അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളതാണ് പോസ്റ്റ് പുറത്തു വന്നതിന് ശേഷം ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മുരളീധരന്റെ പ്രകോപനം. എന്തായാലും എന്താണ് വീണ ജോർജ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചതെന്ന് നിങ്ങൾ കേൾക്കണം. ദേ ഇങ്ങനെയാണ്: ഉത്തരവാദിത്വം മറക്കേണ്ട കെ മുരളീധരൻ, വിടുവായത്തം നിർത്തി വകുപ്പിനെ ഏകോപനത്തോടെ നയിക്കൂ. 30 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് പനി ബാധിച്ച് മരിച്ചത് 87 പേരാണ്. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ആരോഗ്യ വകുപ്പിന് കഴിയുന്നില്ല എന്ന വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടിയപ്പോൾ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് പ്രശ്നമെന്ന് കെ മുരളീധരൻ പറഞ്ഞതായി കണ്ടു. സോണിയാഗാന്ധിയെ മദാമയെന്നും അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്നും വിളിച്ച മുരളീധരനിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് കെ മുരളീധരൻ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. LDF സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്ക് പ്രശ്നമാകാം. കാരണം അന്ന് ഏറ്റവും കൂടുതൽ കള്ളങ്ങൾ പറഞ്ഞ് അന്യായമായും നീതിരഹിതമായും ആരോഗ്യവകുപ്പിനെയും മന്ത്രിയെയും പ്രതിപക്ഷത്ത് നിന്ന് ആക്രമിച്ചതിലും അധിക്ഷേപിച്ചതിലും മുന്നിൽ നിന്ന ആളുകളിൽ ഒരാളാണ് ഇന്നത്തെ ആരോഗ്യമന്ത്രി. അന്നത്തെ വാക്കുകളൊക്കെ ഇന്ന് ബൂമറാങ് പോലെ പറഞ്ഞവരിലേക്ക് ശക്തമായി തിരിച്ചെത്തുന്നത് നാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് LDF കാലത്തെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം പ്രശ്നമായി മുരളീധരന് തോന്നുന്നു എന്നതിന് 1-2 ഉദാഹരണങ്ങൾ മാത്രം നോക്കാം. ശിവകുമാറിന്റെ കാലത്ത് ഡെങ്കിപ്പനി മൂലമുള്ള മരണനിരക്ക് കേരളത്തിൽ 0.8 ആയിരുന്നത് കഴിഞ്ഞ വീണ മീട്ടലിന്റെ കാലഘട്ടത്തിൽ 0.1 കുറച്ചു. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക്. 2, UDF കാലത്ത് അടിസ്ഥാന സൗകര്യമില്ലാത്ത ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങി, അംഗീകാരം കിട്ടിയില്ല. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ തുടങ്ങിയത് 1 അല്ല 4 മെഡിക്കൽ കോളേജുകളാണ്. അംഗീകാരവും ലഭിച്ചു. വിദ്യാർത്ഥികൾ അവസാന വർഷത്തേക്ക് കടക്കുന്നു. ശിശുമരണ നിരക്ക് UDF കാലത്ത് 12, 2025 LDF കാലത്ത് അത് 5.6. 4, UDF കാലത്ത് 200 ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനാ ലാബ് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു, തുടങ്ങിയില്ല. എന്നാൽ കഴിഞ്ഞ സർക്കാർ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ലാബുകൾ സാധ്യമാക്കി. 1300ഓളം ലാബുകളിലൂടെ ലാബ് ശൃംഖല കേരളത്തിൽ സാക്ഷാത്കരിച്ചു. മാത്രമല്ല എല്ലാ ജില്ലകളിലും ജില്ലാ ആശുപത്രി തലത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ സാധ്യമാക്കുന്നതിന് കാത്ത് ലാബ് തുടങ്ങി. ഇങ്ങനെ തുടങ്ങി ആയിരക്കണക്കിന് കാര്യങ്ങൾ. 30 ദിവസത്തിനിടെ 87 പേർ പനി ബാധിച്ച് കേരളത്തിൽ മരിച്ചു എന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിലാണ് ആരോഗ്യമന്ത്രി നിസാരമായി കാര്യങ്ങളെ കാണുന്നത്. വകുപ്പിനെ ഏകോപനത്തോടെ നയിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ഫലപ്രദമായ ഇടപെടൽ നടത്തുകയാണ് ആരോഗ്യമന്ത്രി ചെയ്യേണ്ടത്. ഇതാണ് വീണ മീട്ടലിന് ആരോഗ്യമന്ത്രി കൊടുത്ത മറുപടി. ഈ മറുപടി വായിച്ചതോടെയാണ് കെ മുരളീധരന് കൊണ്ടിളകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി കൂടി ഒന്ന് കേട്ടെ. അത് വീട്ടില് ജനം വീട്ടിലിരുത്തിയവിടെ ആര് മറുപടി പോയി പണി നോക്കാം. കേട്ടില്ലേ? ജനം തോപ്പിച്ച് വീട്ടിലിരുത്തിയ ആൾക്ക് മറുപടി പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞതിന് കാരണം എന്താണ്? കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ജനങ്ങൾ തോൽപ്പിച്ച് വീട്ടിലിരുത്തി എന്ന് പറയുന്ന അതേ മുരളീധരൻ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്ര തെരഞ്ഞെടുപ്പ് തോറ്റു? ജനങ്ങൾ എത്ര തവണ തോൽപ്പിച്ചു? ഇത്തവണ സഭയുടെ കാല് പിടിച്ച്, BJPയുടെ കാല് പിടിച്ച്, സംഘപരിവാറിന്റെ കാല് പിടിച്ച്, അങ്ങനെ കാലിരന്ന് ഒരു തവണ വിജയിച്ച് മന്ത്രിയായി. എങ്ങനെ മന്ത്രിയായി? അത് നൂലിൽ കെട്ടി ഇറക്കി. അച്ഛന്റെ മകൻ എന്നുള്ള നിലയ്ക്ക് ഒരു ദിവസം പോലും കൊടി പിടിക്കാതെയും ഒരു സമരത്തിൽ പങ്കെടുക്കാതെയും, എന്തിനേറെ പറയുന്നു, ജയിൽ എന്നത് അദ്ദേഹത്തിന് സിനിമയിൽ കണ്ടല്ലാതെ അറിയാത്ത വ്യക്തി ഇപ്പോ വലിയ നേതാവായി. എന്നാൽ ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച് വന്നവരെ പരിഹസിക്കാനും മറുപടി കൊടുക്കില്ലെന്നൊക്കെ പറയുന്നത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടി കിടക്കുന്ന സ്ത്രീ വിരുദ്ധതയുടെ ലക്ഷണമാണ്. ആ ലക്ഷണം കാട്ടുമ്പോൾ അത് അത്ഭുതപ്പെടേണ്ടതില്ല. കോൺഗ്രസുകാരുടെ രക്തത്തിലുള്ള കാര്യമാണെന്ന് സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ വളരെ കൃത്യമായി വീണ ജോർജ് തുറന്നു കാട്ടിയിട്ടുണ്ട്.